പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇഹലോകവാസവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രേക്ഷകരെ ഷെക്കേന ന്യൂസ് ഇന്ന് കൊണ്ടുപോവുകയാണ്. തുർക്കിയിലെ പൗരാണിക നഗരമായ എഫേസോസിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഹൗസ് ഓഫ് ദി വിർജിൻ മേരി തീർത്ഥാടന കേന്ദ്രം. പരിശുദ്ധയമ്മ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ചെലവഴിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലെ കൊറേസോസ് മലനിരകളിലുള്ള ബുൾബുൾ മലയിലെ ഈ പുണ്യഭൂമിയിലാണ്. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. വളരെ വിശുദ്ധവും പുണ്യവുമായിട്ടുള്ള ഒരു ഭൂമിയിലാണ് നമ്മിപ്പോൾ നിൽക്കുന്നത്. പരിശുദ്ധയമ്മ ഈ ലോക ജീവിത കാലഘട്ടത്തിലെ അവസാന വർഷങ്ങൾ ചെലവഴിച്ച ആ ഒരു വീട് ഇപ്പോൾ ഒരു ചാപ്പലാണ്. അതിൻ്റെ മുമ്പിലാണ് ഷെക്കേന ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ആത്മീയ അനുഭവം തന്നെയാണ് നമ്മൾ ഈ ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈശോയുടെ കുരിശ് മരണത്തിന് ശേഷം കർത്താവ് നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മയെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയ്ക്ക് ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ അന്നത്തെ ഏഷ്യ മൈനർ എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് തുർക്കി എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു മേഖലയിലേക്ക്, പ്രത്യേകിച്ച് എഫേസോസ്, ആ പൗരാണിക സഭ നിലനിന്നിരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഈ ഒരു ചാപ്പലിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപണത്തിന് മുമ്പുള്ള അവസാന വർഷങ്ങൾ ചെലവഴിച്ചത്. ആധുനിക തുർക്കിയിലെ സെൽജുക് നഗരത്തിന് സമീപമാണ്, പ്രത്യേകിച്ച് കൊറേസോസ് മലനിരകളിലാണ് ഈ ഒരു ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. നിരവധി മാർപ്പാപ്പമാർ ഈ ഒരു ചാപ്പൽ സന്ദർശിച്ചിട്ടുണ്ട്. 1967 പോൾ ആറാമൻ മാർപ്പാപ്പയും, 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും, 2006 ബെനഡിക്ട് 16 മാർപ്പാപ്പയും ഈ പുണ്യഭൂമി സന്ദർശിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പ്രാർത്ഥനയോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയോടൊപ്പം തന്നെ നമുക്ക് ഈ ചാപ്പലിലേക്ക് യാത്ര തിരിക്കാം. പുരാതന നഗരമായ എഫേസോസിൽ നിന്നും 5 കിലോമീറ്റർ അകലെയായും ആധുനിക തുർക്കി നഗരമായ സെൽജുക്കിൽ നിന്നും 7 കിലോമീറ്റർ അകലെയായുമാണ് പരിശുദ്ധയമ്മ ജീവിച്ച ഭവനം സ്ഥിതി ചെയ്യുന്നത്. വർഷം തോറും ഏകദേശം 10 ലക്ഷത്തോളം പേരാണ് ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത്. ഈശോയുടെ കുരിശുമരണം സംഭവിച്ച് 6 വർഷങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ യോഹന്നാനോടൊപ്പം എഫേസോസിൽ എത്തിച്ചേർന്നത് എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധയമ്മയെ യോഹന്നാൻ സ്ലീഹയ്ക്ക് ഭരമേൽപ്പിക്കുന്നതായി നാം പരിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധയമ്മ തന്റെ സ്വർഗാരോപണത്തിന് മുമ്പുള്ള അവസാന വർഷങ്ങൾ ചെലവഴിച്ച ഭവനം ഇന്ന് ഒരു ചാപ്പലാണ്. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ ആ പുണ്യഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ അനുഭവം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. കുരിശാകൃതിയിലാണ് ഈ ചാപ്പൽ പണിതുയർത്തിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ലാളിത്യ ജീവിതത്തിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭവനം. ചാപ്പലിനുള്ളിലെ പരിശുദ്ധ അമ്മയുടെ ഭവനം കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും പണിത ഒരു ലളിത ഭവനമാണ്. ചാപ്പലിൻ്റെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ചെറിയൊരു അൾത്താരയും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചില പുരാതന ഛായാചിത്രങ്ങളും ഈ ഭവനത്തിൻ്റെ ഭിത്തികളിൽ ഇപ്പോഴും ദൃശ്യമാണ്. ഹൗസ് ഓഫ് ദി വിർജിൻ മേരി, ആ ഭവനം സ്ഥിതി ചെയ്യുന്ന ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ പഴക്കമുള്ള ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ഈ പ്രദേശത്ത് നടത്തിയ ഉത്ഖനനത്തിൽ പുരാവസ്തു ഗവേഷകർ വീണ്ടെടുത്തിട്ടുണ്ട്. ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പല മാർപ്പാപ്പമാരും പരിശുദ്ധ അമ്മയുടെ ഈ ഭവനം സന്ദർശിച്ചിട്ടുണ്ട്. ലയോ 13 പാപ്പ 1896 ഈ ഭവനത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ജോൺ 23 പാപ്പ 1961 ഈ ഭവനം സന്ദർശിക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു. 1967 പോൾ ആറാമൻ പാപ്പയാണ് പരിശുദ്ധ അമ്മയുടെ ഭവനം സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച ആദ്യത്തെ പാപ്പ. 10 വർഷങ്ങൾക്ക് ശേഷം 1979 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുകയും ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. ആയിരങ്ങളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ അന്ന് പങ്കെടുത്തത്. 2006 ബെനഡിക്ട് 16 പാപ്പയും ഈ ഭവനം സന്ദർശിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടിൽ
വാഴ്ത്തപ്പെട്ട മിസ്റ്റിക്കായിട്ടുള്ള കാതറിൻ എമറിച്ചിന് കിട്ടിയ ആ ഒരു വെളിപാടിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭവനത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നതും പിന്നീട് ഈ ഒരു ഭവനത്തിൻ്റെ സ്ഥാനത്ത് ഒരു ചാപ്പൽ പണി കഴിപ്പിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്നതും അജ്ഞാതവുമായിരുന്ന പരിശുദ്ധ അമ്മ ജീവിച്ച ഈ ഭവനം 19-ാം നൂറ്റാണ്ടിൽ കണ്ടെത്താനായതിനു പിന്നിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം കൂടിയുണ്ട്. ജർമ്മനിയിലെ മിസ്റ്റിക്കും വാഴ്ത്തപ്പെട്ടവളായി സഭ പ്രഖ്യാപിച്ചവളുമായ കാതറിൻ ആൻ എമറിച്ചിന് ലഭിച്ച ദർശനങ്ങളിലൂടെയാണ് എഫേസൂസിൽ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭവനത്തെ സംബന്ധിച്ച ആദ്യ സൂചനകൾ ലോകത്തിനും സഭയ്ക്കും ലഭിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഭവനത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഉൾപ്പെടെ കന്യകാമറിയത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച ദർശനങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു കാതറിൻ ആൻ എമറിച്ചിന്റെ രചനകൾ. ഈ രചനകൾ വായിക്കാനിടയായ മരിയ ഭക്ത കൂടിയായ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സന്യാസ സമൂഹാംഗമായ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ മേരി ഡി മാൻഡാറ്റ് ഗ്രാൻസിക് പരിശുദ്ധ കന്യകാമറിയം താമസിച്ചിരുന്ന വീട് കണ്ടെത്തി സംരക്ഷിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. പരിശുദ്ധ കന്യകാമാതാവിന്റെ അത്ഭുത മെഡൽ ലഭിച്ച സെന്റ് കാതറിൻ ലേബറിന്റെ അതേ സന്യാസിനി സമൂഹമാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ. 1857 സിസ്റ്റർ മേരി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സന്യാസ സമൂഹത്തിൽ പ്രവേശിച്ചത്. യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ വർഷങ്ങളോളം രോഗികൾക്കായി നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്ത സിസ്റ്റർ മേരി 1886 ഇപ്പോൾ ഇസ്മിർ എന്നറിയപ്പെടുന്ന തുർക്കിയിലെ സ്മിർനയിലെ ഒരു ഫ്രഞ്ച് ആശുപത്രിയിൽ നിയമിതയായി. അവിടെയുള്ള സമയത്താണ് അവൾ എഫേസൂസിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോഹന്നാന്റെയും ജീവിതത്തെക്കുറിച്ചുള്ള ജർമ്മൻ മിസ്റ്റിക് വാഴ്ത്തപ്പെട്ട കാതറിൻ ആൻ എമറിച്ചിന്റെ രചനകൾ വായിക്കുന്നത്. ഈ പുണ്യസ്ഥലം സ്ഥാപിക്കേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതുമാണെന്ന് ബോധ്യപ്പെട്ട സിസ്റ്റർ മേരി അത് കണ്ടെത്തുവാനുള്ള ദൗത്യം ആരംഭിച്ചു. വാഴ്ത്തപ്പെട്ട ആനിന്റെ രചനകൾ വായിക്കുവാൻ 2 വൈദിക സുഹൃത്തുക്കളെ അവൾ പ്രേരിപ്പിച്ചു. തങ്ങൾക്കെല്ലാം നിയമനം ലഭിച്ച സ്ഥലത്തുനിന്ന് അല്പം അകലെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വീട് നിലനിൽക്കുന്നതെന്ന് അവർ 3 പേർക്കും മനസ്സിലായി. ലാസറിസ്റ്റ് മിഷണറിമാരായ ഫാദർ പൗളിൻ, ഫാദർ ജുങ് എന്നിവരാണ് സിസ്റ്റർ മേരിക്കൊപ്പം ഈ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിച്ചത്. എഫേസൂസിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വീട് കണ്ടെത്തുവാനുള്ള ആദ്യ പരിവേഷണം 1891 ജൂലൈയിലാണ് നടന്നത്. വൈദികരും സിസ്റ്റർ മേരി ഡിസിയും ഗൈഡുകളും അടങ്ങുന്ന സംഘം കഴുതപ്പുറത്ത് പോയി വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ചിന്റെ സ്വകാര്യ വെളിപാടുകളുടെ പുസ്തകം അവരുടെ ഭൂപടമായി ഉപയോഗിച്ചു. ജൂലൈ 29 അവർ വീട് കണ്ടെത്തിയതായി വിശ്വസിച്ചു. സിസ്റ്റർ മേരിയുടെ മാർഗനിർദ്ദേശപ്രകാരം പുരാവസ്തു ഗവേഷകർ 1-ാം നൂറ്റാണ്ടിലെ വീടിന്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞു. 4-ാം നൂറ്റാണ്ടിലായി ഒരു പള്ളി അതിന്മേൽ പണിതിട്ടുള്ളതായും അവർ മനസ്സിലാക്കി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ എഫേസൂസിലെ ഭവനത്തെ സംബന്ധിച്ച ദർശനങ്ങൾ ലഭിച്ച വാഴ്ത്തപ്പെട്ട കാതറിൻ ആൻ എമറിച്ച് തന്റെ ജീവിത കാലയളവിൽ ഒരിക്കൽ പോലും ഭവനം ഉൾപ്പെടുന്ന തുർക്കി സന്ദർശിച്ചിട്ടില്ല എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള വസ്തുത. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ എഫേസൂസിലെ ഭവനം കണ്ടെത്തിയ സിസ്റ്റർ മേരി ഡിസിയെയും സംഘത്തെയും അതിശയിപ്പിച്ച വസ്തുത എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ട കാതറിൻ ആൻ എമറിച്ചിന്റെ ദർശനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ പ്രദേശത്ത് അവർക്ക് ദർശിക്കാൻ സാധിച്ചു എന്നതാണ്. 1891 ഒക്ടോബർ 21 സിസ്റ്റർ മേരിക്ക് തന്റെ പേരിലുള്ള കുടുംബസ്വത്ത് വാങ്ങുവാനുള്ള അനുമതി ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ മദർ ഹൗസിൽ നിന്നും ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ വീട് മാത്രമല്ല, വീട് നിൽക്കുന്ന മല മുഴുവൻ വാങ്ങുവാൻ ആവശ്യമായ പണം അവൾ സ്വപിതാവിനോട് ചോദിച്ചു വാങ്ങി. 1892 നവംബർ 15 എഫേസൂസിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം സിസ്റ്റർ മേരി ഡിസി വാങ്ങുന്നത്. പിന്നീട് അവർ വീട് പുനർനിർമ്മിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചു. ക്രമേണ അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി. സഭ പിന്നീട് സിസ്റ്റർ മേരി ഡിസിയെ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തി. 2011 ജനുവരി 21 മിസൗറിയിലെ സെന്റ് ജോസഫ്സ് കാൻസാസ് സിറ്റി രൂപതയിൽ സിസ്റ്റർ മേരി ഡിസിയെ വാഴ്ത്തപ്പെട്ടവളാക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. 4 ഭിത്തികൾ മാത്രമുള്ള മേൽക്കൂരയില്ലാത്ത ഭവനത്തിന്റെ അവശേഷിപ്പുകളാണ് സിസ്റ്റർ മേരി ഡിസിയും സംഘവും 1891 കണ്ടെത്തിയത്. വർഷങ്ങളായി പ്രദേശത്തെ മലയോര ഗ്രാമമായ സിറൻസിൽ നിന്നുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നതായും അവർ മനസ്സിലാക്കി. പ്രദേശത്തെ വിശ്വാസികൾ പ്രസ്തുത ഭവനത്തെ പെനായ കപ്പോളു അഥവാ ഡോർവേ ടു ദി വിർജിൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇവിടേക്ക് വാർഷിക തീർത്ഥാടനം ആരംഭിച്ചത് 1896
1900-ങ്ങളുടെ തുടക്കത്തിൽ ഇവിടെ ഒരു ചാപ്പൽ പണിയുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഈ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. 1951 പരിശുദ്ധ കന്യകാമറിയം ജീവിച്ചിരുന്ന ഭവനത്തിന്റെ പുനരുദ്ധാരണത്തിന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നത്. സിസ്റ്റർ മേരി DC ഈ ഭവനം കണ്ടെത്തുന്നതിന് മുമ്പ് ഒക്ടോബർ 18, 1881 വാഴ്ത്തപ്പെട്ട കാതറിൻ എമറിച്ചിന് ലഭിച്ച ദർശനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രഞ്ച് വൈദികനായ ജൂലിയൻ ഗയോട്ട് 1881 ഒക്ടോബർ 18 ഈ ഭവനം കണ്ടെത്തിയതായി ചരിത്രത്തിൽ പരാമർശമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ കണ്ടെത്തലുകൾക്ക് ആ കാലഘട്ടത്തിൽ ഒരു ഗൗരവ സ്വഭാവം ലഭിച്ചിരുന്നില്ല. അതിനെ തുടർന്നാണ് സിസ്റ്റർ മേരി DC നേതൃത്വത്തിലുള്ള സംഘം പരിശുദ്ധ അമ്മ താമസിച്ച ഈ പുണ്യഗ്രഹം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പരിശുദ്ധ കന്യകാമറിയം എഫേസൂസിൽ ജീവിച്ചിരുന്നു എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയെ തൻ്റെ മരണവേളയിൽ ഈശോ ഭരമേൽപ്പിച്ചത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയ്ക്കാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷ ദൗത്യം ഏഷ്യ മൈനർ അഥവാ ഇന്നത്തെ തുർക്കിയിലായിരുന്നു എന്നത് പരിശുദ്ധ ബൈബിളിൽ നിന്നും വ്യക്തമാണ്. അതിനാൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയും ഏഷ്യ മൈനർ എന്ന് പുരാതന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന തുർക്കിയിൽ എത്തിയിരുന്നു എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. എഫേസൂസിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടവും എഫേസൂസിൽ തന്നെയുള്ള പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ബസിലിക്കയുടെ അവശേഷിപ്പുകളും പരിശുദ്ധ കന്യകാമറിയം എഫേസൂസിൽ ജീവിച്ചിരുന്നു എന്ന പാരമ്പര്യ വിശ്വാസത്തിന് കൂടുതൽ അടിസ്ഥാനമേകുന്നു. മാത്രമല്ല AD 431 എഫേസൂസിൽ നടന്ന എക്യുമെനിക്കൽ കൗൺസിൽ രേഖകളിലും എഫേസൂസിൽ പരിശുദ്ധ അമ്മ ജീവിച്ചിരുന്നതായി പരാമർശമുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ബെനഡിക്ട് 14 പാപ്പ പരിശുദ്ധ അമ്മ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്കൊപ്പം എഫേസൂസിൽ താമസിച്ചിരുന്നതായി പരാമർശിച്ചിരുന്നു. ഇതെല്ലാം എഫേസൂസിൽ പരിശുദ്ധ കന്യകാമറിയം താമസിച്ചിരുന്നു എന്നും തന്റെ ഇഹലോകവാസത്തിന്റെ അവസാന ദിനങ്ങൾ പരിശുദ്ധ അമ്മ ചെലവഴിച്ചത് എഫേസൂസിലായിരുന്നു എന്നുമുള്ള പാരമ്പര്യ വിശ്വാസത്തിന് കൂടുതൽ ബലമേകുന്നതാണ്. നിലവിൽ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ ആഘോഷമായ ദിവ്യബലിയും മറ്റ് തിരുക്കർമ്മങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ആദിമ നൂറ്റാണ്ട് മുതൽ ഇവിടുത്തെ പ്രാദേശിക ക്രൈസ്തവ സമൂഹം ഇവിടേക്ക് തീർത്ഥാടനം നടത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ പരാമർശമുണ്ട്. പുരാതന നഗരമായ എഫേസൂസിൽ നിന്നും പരിശുദ്ധ അമ്മ താമസിച്ച ഭവനം സ്ഥിതി ചെയ്യുന്ന ബുൾബുൾ മലയിലേക്കുള്ള യാത്ര നയനമനോഹരമാണ്. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാന്തതയുടെയും നിശബ്ദതയുടെയും ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി ഒലിവ് മരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ചാപ്പലിലേക്കുള്ള യാത്രാമധ്യേ ഒരു വലിയ പൂന്തോട്ടവും അതിന് നടുവിലായി താക്കോൽ ദ്വാരത്തിന്റെ ആകൃതിയിലുള്ള ഒരു വലിയ മാമോദീസ കുളവും നമുക്ക് കാണാനാകും. ആദിമ ക്രൈസ്തവർ ഈ പ്രദേശത്ത് വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന്റെ സൂചനയാണ് പ്രസ്തുത മാമോദീസ കുളം. പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് നാം നടക്കുമ്പോൾ കല്ലുപാകിയ പ്രസ്തുത വീതിയിൽ തീർത്ഥാടകരെ അനുഗ്രഹിച്ച് നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ വെങ്കലത്തിൽ തീർത്ത മനോഹരമായ തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് നാം ചാപ്പലിലേക്ക് കൂടുതൽ നടക്കുമ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അൾത്താരയും പ്രാർത്ഥനയ്ക്കായുള്ള ഇരിപ്പിടങ്ങളുമൊക്കെ നമുക്ക് കാണാനാകും. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മയുടെ ഭവനം സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ നിലകൊള്ളുന്നത്. പരിശുദ്ധ അമ്മയുടെ ഭവനം സന്ദർശിച്ച് തിരികെ നടക്കുമ്പോൾ നാം എത്തിച്ചേരുന്നത് 3 ജലധാരകളുടെ സമീപത്താണ്. ഈ ജലധാരകളിൽ നിന്നും ബഹിർഗമിക്കുന്ന ജലത്തിന് സൗഖ്യശക്തിയുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിരവധി തീർത്ഥാടകർ ഈ ജലധാരകളിൽ നിന്നും വെള്ളം കുപ്പികളിലും മറ്റും ശേഖരിച്ച് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനാകും. ഇത് തീർത്ഥാടന കേന്ദ്രത്തിൽ വിഷിംഗ് വാൾ എന്ന് അറിയപ്പെടുന്ന മേഖലയാണ്. ലക്ഷക്കണക്കിന് പ്രാർത്ഥനാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ചെറുകടലാസിലും മറ്റുമായി തീർത്ഥാടകർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ക്രൈസ്തവർ മാത്രമല്ല നിരവധി മുസ്ലിം മതസ്ഥരും ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാൻ എത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെയും ആദിമ ക്രൈസ്തവരുടെയും പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ നിന്നും മടങ്ങുമ്പോൾ നവ്യമായ ആത്മീയ അനുഭവമാണ് മനസ്സിൽ നിറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ചാപ്പലിലും പരിസര പ്രദേശങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഇവിടേക്കുള്ള തീർത്ഥാടന യാത്ര നമുക്ക് സമ്മാനിക്കും. എങ്കിലും മനസ്സിൽ ചെറുതല്ലാത്ത ഒരു സങ്കടം അലതല്ലുന്നുണ്ട്.
ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന ഈ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം മേഖലകളിലും ഇന്ന് വിരലിൽ എണ്ണാവുന്ന ക്രൈസ്തവർ മാത്രമാണ് ഉള്ളത്. പ്രകൃതിക്ഷോഭങ്ങളും അധിനിവേശങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ നാമാവിശേഷമാക്കി. പരിശുദ്ധയമ്മ തന്റെ ഇഹലോകവാസകാലത്തെ അവസാന നാളുകൾ ചെലവഴിച്ച ഈ ഭവനം സന്ദർശിക്കുമ്പോൾ നമുക്ക് തുർക്കിയിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുർക്കിയിലെ സഭയെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം.